ഐക്യരാഷ്ട്ര സംഘടന രൂപം കൊണ്ടത് എന്നാണ്? എ 1945 ഒക്ടോബർ 20, ബി 1945 ഒക്ടോബർ 24, സി 1945 ഒക്ടോബർ 28. ആൻസർ ബി 1945 ഒക്ടോബർ 24. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? എ ന്യൂയോർക്ക്, ബി ജനീവ, സി പാരീസ്. ആൻസർ എ ന്യൂയോർക്ക്. അമേരിക്കൻ പ്രസിഡന്റ് FD റൂസ്വെൽറ്റും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലും 1941 ഒപ്പുവെച്ച ഏത് കരാറാണ് പിന്നീട് ഐക്യരാഷ്ട്രസഭയുടെ രൂപീകരണത്തിന് കാരണമായത്? എ സാൻ ഫ്രാൻസിസ്കോ ഉടമ്പടി, ബി വാഷിംഗ്ടൺ കരാർ, സി അറ്റ്ലാന്റിക് ചാർട്ടർ. ആൻസർ സി അറ്റ്ലാന്റിക് ചാർട്ടർ. യുണൈറ്റഡ് നേഷൻസ് എന്ന പദം അഥവാ ഐക്യരാഷ്ട്രം എന്ന പദം ആദ്യമായി ഉപയോഗിക്കപ്പെട്ട പ്രഖ്യാപനം ഏതായിരുന്നു? എ സാൻ ഫ്രാൻസിസ്കോ പ്രഖ്യാപനം, ബി വാഷിംഗ്ടൺ പ്രഖ്യാപനം, സി പാരീസ് പ്രഖ്യാപനം. ആൻസർ ബി വാഷിംഗ്ടൺ പ്രഖ്യാപനം. ഐക്യരാഷ്ട്ര സംഘടനയുടെ കരട് ഭരണഘടന എഴുതിയുണ്ടാക്കിയ 1945 ഏപ്രിൽ മാസത്തിലെ സമ്മേളനം ഏതായിരുന്നു? എ സാൻ ഫ്രാൻസിസ്കോ സമ്മേളനം, ബി യാൾട്ട സമ്മേളനം, സി ബെന്തുങ് സമ്മേളനം. ആൻസർ എ സാൻ ഫ്രാൻസിസ്കോ സമ്മേളനം. യുണൈറ്റഡ് നേഷൻസ് എന്ന പേര് ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് നൽകിയത് ആരാണ്? എ വിൻസ്റ്റൺ ചർച്ചിൽ, ബി FD റൂസ്വെൽറ്റ്, സി വുഡ്രോഫ് വിൽസൺ. ആൻസർ ബി FD റൂസ്വെൽറ്റ്. 1945 സാൻ ഫ്രാൻസിസ്കോ സമ്മേളനത്തിൽ UN ഭരണഘടനയിൽ ഒപ്പുവെച്ച രാഷ്ട്രങ്ങൾ എത്രയാണ്? എ 52, ബി 50, സി 48. ആൻസർ ബി 50. ഇന്ത്യ UN ചാർട്ടറിൽ ഒപ്പുവെച്ചത് എന്നാണ്? എ 1945 ജൂൺ 24, ബി 1945 ഏപ്രിൽ 24, സി 1945 ഒക്ടോബർ 24. ആൻസർ എ 1945 ജൂൺ 24. UN ചാർട്ടറിൽ ഇന്ത്യക്കായി ഒപ്പുവെച്ച ഇന്ത്യൻ പ്രതിനിധി സംഘത്തിൻ്റെ തലവൻ ആരായിരുന്നു? എ അംബേദ്കർ, ബി വിജയലക്ഷ്മി പണ്ഡിറ്റ്, സി ആർക്കോട്ട് രാമസ്വാമി. ആൻസർ സി ആർക്കോട്ട് രാമസ്വാമി. ഐക്യരാഷ്ട്രസഭയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? എ ക്ലെമൻസോ, ബി പോൾ ഹെൻറി സ്പാർക്ക്, സി വിൻസ്റ്റൺ ചർച്ചിൽ. ആൻസർ ബി പോൾ ഹെൻറി സ്പാർക്ക്.